നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന എവിടെയാണെന്നറിയോ? താഴത്തങ്ങാടി പള്ളി, വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മോസ്ക്സ് ഇൻ കേരള എന്നറിയപ്പെടുന്ന ഏറ്റവും പഴക്കം ചെന്നപ്പെട്ട, ഏറ്റവും അല്ല 1000 വർഷങ്ങളോളം പഴക്കമുള്ള പള്ളിയാണ് താഴത്തങ്ങാടി പള്ളി. ഇത് മാലിക് ബിൻ ദിനാറിൻ്റെ മകൻ ഹബീബ് ദിനാർ ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പഴയ ആർക്കിടെക്ചർ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആർക്കിടെക്ചർ. ഇതിൻ്റെ മേൽക്കൂരയൊക്കെ നോക്കിക്കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പഴയ ഒരു വമ്പൻ ആർക്കിടെക്ചറൽ സെറ്റപ്പുള്ളൊരു പള്ളിയാണ്. ബാക്കി വിശേഷങ്ങളും ഉള്ളിൽ കാണാം. ഇതാണ് ഇതിൻ്റെ എൻട്രി. നമ്മളിങ്ങനെ ഫസ്റ്റ് ഇതിൻ്റെ കവാടം എന്ന് പറയുന്നത് ഇതാണ്, കുഞ്ഞി കവാടം. ഒരു സത്യം പറഞ്ഞൊരു കുഞ്ഞി പള്ളിയാണ്. പക്ഷേ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, പോയി തന്നെ ഫീൽ ചെയ്യണം. അപ്പോൾ മുറ്റം എന്താ പറയുക, ഈ കോൺക്രീറ്റ് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ പുല്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിൽ കുഞ്ഞി ഗാർഡൻ ഉണ്ട്. ഫസ്റ്റ് തന്നെ കയറി കഴിഞ്ഞാൽ നമുക്കിതൊരു പള്ളിയാണെന്നുള്ളൊരു ഫീല്. പണ്ടത്തെ ഒരു ചെറിയ കൊട്ടാരം അല്ലെങ്കിൽ പണ്ടത്തെ ഒരു ചെറിയ അമ്പലം, ആ ഫീലാണ് നമുക്ക് തോന്നുന്നത്. എനിക്കിതിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ മേൽക്കൂര തന്നെയാണ്. ആ മേൽക്കൂരയിലുള്ള അലങ്കാര സംഭവങ്ങളും അത് ഞാൻ നേരെ കാണിച്ചു തരാം. പിന്നെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ചെറിയൊരു കുളമുണ്ട്. പണ്ടത്തെ ഒരുവിധപ്പെട്ട എല്ലാ പള്ളികളിലും ഇങ്ങനെ ഒരു പള്ളിക്കുളം കാണലുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് പണ്ടത്തെ ഒരു അമ്പലക്കുളം സെറ്റപ്പ് എന്ന് പറയാം. പണ്ട് ഒരുവിധപ്പെട്ട എല്ലാ അമ്പലങ്ങളിലും നമ്മളൊരു അമ്പലക്കുളം കാണലുണ്ട്, പണ്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന സംവിധാനങ്ങളിൽ. അതുപോലെ തന്നെയാണ് പണ്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ഒരുവിധപ്പെട്ട മസ്ജിദുകളിലെല്ലാം, പഴയ പള്ളികളിലെല്ലാം നമുക്കൊരു പള്ളിക്കുളം കൂടി കാണാൻ പറ്റും. അത് നമ്മുടെ തന്നെ ഒരു പൈതൃകാണെന്ന് പറയാം. അതുണ്ടോ അതിനകത്ത് വെള്ളം എടുത്തിട്ട് ഈസിട്ടാണോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അതും പൊളി വെള്ളം ഈ കിണറ്റിൽ നിന്നാണ് വരുന്നത്. ഇത് ഈ ഭാഗം പുതിയത് അല്ലേ? എടാ അതിന്റെ മേൽക്കൂര നോക്കടാ ജാസിമേ, ഇത് നോക്ക്. പള്ളിയുടെ ഇടത് ഭാഗത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വീട് പോലത്തെ വേറൊരു സെറ്റപ്പും കൂടെ കാണാൻ പറ്റും. ഒരു ചെറിയ ഒരു മുറി, അത് ശരിക്കും ഒരു ഖബറാണ്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാണുന്ന ഖബർ എന്ന് പറയുന്നത് ഈ പള്ളി പണിയുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ, അന്ന് ഹബീബ് ബിൻ ദിനാറിൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ നിലത്ത് വീണ് മരിച്ചു. ആ തങ്ങൾക്കുള്ള ഓർമ്മയ്ക്കായി കെട്ടിയ ഒരു കുടീരമാണെന്നാണ് അത് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ സെറ്റപ്പാണ്, വുളു എടുക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പാണിത്. നോർമലി ഇപ്പോൾ നവീകരിച്ച സംഭവമാണ്, ടൈൽസൊക്കെ ഒട്ടിയിട്ട് പൈപ്പൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പ്, നമുക്ക് ഭയങ്കര തണുപ്പാണ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വുളു എടുത്ത് ഉള്ളിൽ കയറി. ഇതിലെനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെയുള്ള നമുക്ക് കാല് കഴുകാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഞാനത് അങ്ങോട്ട് പോയിട്ട് ഒരു കുഴി, നിലത്തൊരു കുഴി, നമ്മൾ പണ്ടത്തെ ഹൗള് എന്ന് പറയുന്ന പോലെ കുഴിയിൽ നിന്ന് നമ്മൾ ഈ എന്താ പറയുക വെള്ളം ഇങ്ങനെ വലിയൊരു കരണ്ടി വെച്ച് തോണ്ടി എടുത്തിട്ട് കാല് കഴുകുക. പിന്നെ ഈ വെള്ളം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തൊരു കിണറുണ്ട്, ആ കിണറിൽ നിന്ന് ഇതിങ്ങനെ തിരിച്ചു വിട്ടിരിക്കുന്നത്. ഇതെല്ലാം വെച്ചിരിക്കുന്നത് കരിങ്കല്ലിൻ്റെ സെറ്റപ്പാണ്, മനസ്സിലായില്ലേ? ഉള്ളിൽ കെട്ടിയിരിക്കുന്നത് കരിങ്കല്ലാണ്, അപ്പുറത്തുള്ള കിണറിൽ നിന്ന് വരുന്ന വഴി വെട്ടി വിട്ടിരിക്കുന്നത് കരിങ്കല്ലാണ്. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് അസാധ്യ തണുപ്പ്. ഇനി ഇതിൻ്റെ മെയിൻ സ്ട്രക്ചറിലേക്ക് കിടക്കുക. ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ മേൽക്കൂരയും മറ്റും കംപ്ലീറ്റ് മരങ്ങൾ കൊണ്ടാണ്. നമ്മൾ പള്ളിൻ്റെ മെയിൻ ഹാളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒന്ന് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് അലങ്കാരപ്പണികളോട് കൂടിയുള്ള വമ്പൻ കൊത്തുകളും, എന്താ പറയുക, ശില്പികൾ കൊത്തിയിട്ടുള്ള കൊത്തുകളും അതുപോലെ തന്നെ ഒരുപാട് സ്ട്രക്ചറൽ സംഭവങ്ങൾ നമുക്ക് ഈ പള്ളിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ പണ്ടത്തെ മിമ്പർ. അപ്പോൾ ഈ പള്ളിൻ്റെ ഉള്ളിൽ ഈ സ്പെസിഫിക് റൂമിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വെളിച്ചം മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ആ ജനലിൻ്റെ ഇടയിൽ കൂടെ വരുന്ന വെളിച്ചം കാണാൻ വളരെ ഭംഗി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കയറിപ്പോകുന്നത് പള്ളിയുടെ ഒന്നാമത്തെ നിലയിലേക്കാണ്. ഒന്നാമത്തെ മച്ച് എന്ന് വേണം പറയാൻ. കംപ്ലീറ്റ് മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ട മച്ച്. കയറിപ്പോകുന്ന കോണിയടക്കം മരമാണ്. വയസ്സായവർക്കൊന്നും ഇതിൽ കൂടെ കയറാൻ പറ്റില്ല, കുറച്ച് സാഹസികമായിട്ട് തന്നെ കയറണം. വളരെ ഇടുങ്ങിയ കോണിയാണ്, പണ്ടത്തെ അതേ സെറ്റപ്പ്. ഇതിൻ്റെ മുകളിൽ രണ്ടാമത്തെ നിലയിൽ കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. ആ കിളിവാതിലിൻ്റെ ഇടയിൽ കൂടെ വരുന്ന വെളിച്ചത്തിനുള്ള ഭംഗിയുണ്ടല്ലോ, അത് ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് നമസ്കരിക്കുക എന്ന് പറയുന്നതിലേക്ക് എങ്ങനെ നമുക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കണം എന്നറിയില്ല. അത്രമേൽ മരങ്ങൾ കൊണ്ട് തലങ്ങും വിലങ്ങും ഇത് നിർമ്മിച്ച ശില്പി ആരോ അല്ലെങ്കിൽ ഇത് നിർമ്മിച്ച എൻജിനീയർ ആരോ
അവനെ നമ്മളൊരു അവാർഡ് കൊടുത്താലും തീരില്ല എന്ന് പറയില്ലേ. ഇന്ന് ഈ കാലത്ത് ഇങ്ങനെയൊരു പള്ളി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അൺബിലീവബിൾ എന്ന് വേണം നമുക്ക് പറയാം, അല്ലെങ്കിൽ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. അപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ തുറമുഖത്തുള്ള ഞാൻ ഫ്രണ്ടിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ആ മേൽക്കൂരൻ്റെ ആ കോൺ പോർഷനാണത്. ഇത് പഴയ പള്ളി, പുതിയ പള്ളിക്ക് പോകാനുള്ള സ്പേസ് അഡ്വഞ്ചറസ് പള്ളിയാണ് കേട്ടോ. ഇതും ഇതിൻ്റെ ഉള്ളത്തെ വൈബും നോക്കി നോക്ക്, വേറെ തന്നെ ഫീലാണ്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഫീലിംഗ് മനസ്സിലായിട്ടുണ്ടാകും. ഉള്ളിൻ്റെയും പുതു പള്ളിയുടെയും അതുപോലെ തന്നെ പഴയ പള്ളിൻ്റെയും ആ വൈബിൻ്റെ വ്യത്യാസം. ഇനി ഈ കാണുന്ന തൂണുണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും വിസ്മയം എന്ന് പറഞ്ഞാൽ. 1000 കൊല്ലം ഈ തൂൺ ഇങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ ഈ പള്ളി ടോട്ടലായിട്ട് നിൽക്കുന്നത് ഇങ്ങനത്തെ 8 തൂണിലാണ്. 2 നില ഹൈറ്റുള്ള ഒറ്റയടി 8 തൂണിലാണ് ഈ കംപ്ലീറ്റ് പള്ളി നിൽക്കുന്നത്. ഇതിലേതിലെങ്കിലും ഒരു തൂണ് മറിഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പള്ളിയും കൊളാപ്സ് ആവും. അപ്പോൾ ഈ 8 തൂണ് കണക്കാക്കിയിട്ടാണ് ബാക്കിയുള്ള കഴുക്കോലുകളും മരങ്ങളും എല്ലാം തലങ്ങും വിലങ്ങും കാൽക്കുലേറ്റ് ചെയ്ത് കണക്ക് അളന്ന് മുറിച്ച് അതിൻ്റെ ആർക്കിടെക്ചറൽ വെച്ചിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഈ പള്ളി ഇത്രയും ആർക്കിടെക്ചറൽ ബ്രില്യൻസ് എന്ന് പറയാനുള്ള ഒരു വലിയ കാരണം. ഈ 8 പില്ലറിലാണ് ഈ പള്ളി കംപ്ലീറ്റ് നിൽക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ 8 പില്ലർ ആസ്പദമാക്കിയിട്ടാണ് ഇത് നിൽക്കുന്നത്. 1000 വർഷത്തോളം കാലം ഈ പില്ലറ് ഒരു കേടുപാടും കൂടാതെ അതേപോലെ നിൽക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ അത് എത്ര എളുപ്പത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അതിൻ്റെ പിന്നിലുള്ള ബുദ്ധി എന്ന് പറയുന്നത് ചെറിയ ബുദ്ധിയല്ല. അപ്പോൾ ഇതിൻ്റെ ഭംഗി നിങ്ങൾ ഈ ഫോട്ടോയിലോ വീഡിയോയിലോ കാണുന്നത് പോലെ അല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ പോയി കണ്ട് ഫീല് ചെയ്ത് ആസ്വദിക്കേണ്ട ഒരു പഴമയുടെ നിറകുടമാണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ് എന്ന് നമുക്ക് പറയാം. സമയത്ത് സംസാരിക്കുന്ന ജുമയുടെ പ്രതിഫലം ലഭിക്കില്ല. താഴത്തങ്ങാടി വരുന്നവരപ്പോൾ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു ആർക്കിടെക്ചറൽ ബ്രില്യൻസ് ആണ് ഈ പള്ളി. അപ്പോൾ വരുന്നവർ കാണുക. നമ്മൾ യാദൃശ്ചികമായിട്ടൊരു കല്യാണത്തിന് വന്നതാണ്, അപ്പോൾ ഇറ്റ്സ് വേർത്ത് ഇറ്റ്. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ട് കാണാം.